ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നോയമ്പ് ആചരിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോൺ വെജ് ഐറ്റമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബീഫ് ചോപ്സ് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ബീഫിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ ഫൈബർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് കഴിക്കുമ്പോൾ നമ്മളുടെ ഹെൽത്തിന് മോശമാകുന്നത്. അപ്പോൾ നമ്മൾ ഫൈബർ കണ്ടൻറ്റിലുള്ള ചില ഇൻഗ്രീഡിയൻസ് ചേർത്തുണ്ടാക്കിയാൽ വലിയ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ബീഫ് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബീഫ് ചോപ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീഫാണ് മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അത് എല്ലില്ലാത്ത നല്ല കട്ടിയുള്ള ഭാഗമാണ് വേണ്ടത്. പിന്നെ പാടയും അധികം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ബീഫിലുള്ള കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ നമ്മളൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ കിച്ചൺ ക്ലോത്ത് കൊണ്ടോ ഒന്ന് തുടച്ച് കളയണം. അതിന് ശേഷമാണ് സ്ലൈസ് ചെയ്യുന്നത്. ഇതൊന്ന് കട്ട് ചെയ്യണത് വളരെ നേർമയായിട്ട് കുറച്ച് വീതിയിൽ കട്ട് ചെയ്യുക. ബീഫായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ താമസമായിരിക്കും. അതുതന്നെയല്ല, നമ്മൾ ചോപ്സ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കണ്ടോ, ഒരു 1/2 ഇഞ്ച് കനത്തിൽ കുറച്ച് വീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ സൈസിൽ നമുക്കിതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഈ ചോപ്സ് നമുക്ക് മട്ടണിലും ചെയ്യാം കേട്ടോ. മട്ടണിലാവുമ്പോഴും എല്ലില്ലാത്ത ഭാഗം നോക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്ലൈസ് ചെയ്ത ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെറിയ പീസസും ഉണ്ട് ഇതിനകത്ത്, പക്ഷേ അത് സാരമില്ല. അത് അറ്റത്തെ പീസൊക്കെ നമുക്ക് ഷേപ്പ്ലെസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് സവാള വേണം. ഒരു 250 ഗ്രാം സവാള വേണം. പിന്നെ ഒരു 4 പച്ചമുളക്, 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കരിവേപ്പില വേണം. ഈ സവാളയൊക്കെ ഒന്ന് വലുതാക്കി ചോപ്പ് ചെയ്താലും മതിയാകും. ഒരു സവാള, ഞാനിത് ഇമ്പോർട്ടഡ് സവാള മാർക്കറ്റിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നാടൻ സവാള തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മസാല വേണം, ഹോൾ സ്പൈസസ് ആയിട്ടുള്ളത്. 3 കഷ്ണം പട്ട, ഒരു 8-9 കറയാമ്പ്, ഒരു 6-7 ഏലക്കായ, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ നമുക്ക് അവസാനം ചേർക്കാനും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വേണ്ടി വരും. പിന്നെ കുറച്ച് ഗരം മസാലയും വേണം. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇത് ഒരു ബീട്രൂട്ടാണ്. ഇത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ്. ഇത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് അവോയ്ഡ് ചെയ്യുക. പക്ഷേ ഇത് ചേർത്തിട്ടാണ് ഇതുപോലുള്ളൊരു ഡിഷ് ഉണ്ടാക്കുന്നത്. ഞാനിത് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചതാണ്. അപ്പോൾ ഞാൻ കേറ്ററിംഗുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇതാണ് ഇൻഗ്രീഡിയൻ്റ് എന്ന്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇടാം. സവാള വലിയ കഷ്ണങ്ങളൊക്കെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇറച്ചിയിലിട്ട് വേവിക്കുമ്പോഴേക്കും അത് കുക്കായിക്കോളും നന്നായിട്ട്. പിന്നെ വൈറ്റ് സവാള പെട്ടെന്ന് കുക്കാകും കേട്ടോ. അത് ഇമ്പോർട്ടഡ് സവാളയാണ്. എനിക്ക് തോന്നുന്നു ചൈനയിലെ സവാളയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ നാടൻ സവാള തന്നെയാണ് കേട്ടോ നല്ലത്. നമുക്ക് ഫ്രൈ ചെയ്യാനും നമ്മുടെ നാടൻ സവാള തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ ആ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ബീഫിനും കൂടി ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. പട്ട, കറയാമ്പ്, ഏലക്ക, അത് ഈ ഉള്ളി സവാള അരിഞ്ഞതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 6 ഏലക്കായും ഒരു 8-9 ഗ്രാമ്പും 3 കഷ്ണം പട്ടയുമാണ് എടുത്തിരിക്കുന്നത്.
പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ അതും കൂടി ചേർക്കുക. വിനീഗർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പുളിക്ക് ആവശ്യമുള്ള വിനീഗറാണ് ഞാനിപ്പോൾ ചേർത്തത്. ഡൈലൂട്ടഡ് വിനീഗറാണ് ചേർത്തത് കേട്ടോ. എന്നിട്ടിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി കുഴക്കുക. നന്നായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് നമ്മൾ ഇത് തിരുമ്മി കുഴക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള മസാലയാകും. ഉണ്ടോ, വളരെ സോഫ്റ്റായി നമ്മൾ ഇട്ടതിൻ്റെ പകുതിയാകും. അപ്പോൾ സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചിരുന്ന ആ പച്ചവേപ്പില ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഈ മസാല സവാളയും മസാല എല്ലാം കൂടി പുരട്ടിയ ഇതിനകത്തേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തിട്ട് ഈ മസാലയും ബീഫുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊത്തി വയ്ക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് നേരത്തെ തന്നെ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബീഫൊക്കെ നല്ല സോഫ്റ്റാവും, നല്ല സ്മൂത്തായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ബീഫ് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ബീറ്റ്റൂട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ബീഫിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് മാറി. ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിലാണ് ഞാനിത് വേവിച്ചത്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാനിത് വേവിച്ചത്. എന്നിട്ട് ഇതിൽ വെള്ളം വന്നത് ഞാൻ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതുകൊണ്ടാണ്. ബീഫ് പീസസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എണ്ണ ചേർക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്തിരിക്കുന്നത്. എണ്ണയുടെ കൂടുതലോ കുറവോ അത് നിങ്ങളുടെ ചോയ്സാണ്. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ എണ്ണ ചേർത്തിട്ടില്ലായിരുന്നു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആ ഗ്രേവിയോട് കൂടി ചേർത്തിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഫ്രൈ ചെയ്യുക. എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ പേസ്റ്റായിട്ട് ചേർക്കുന്നത് താല്പര്യമില്ലെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പം നല്ല തെളിഞ്ഞ ഗ്രേവി ആയിരിക്കും. എണ്ണയോട് കൂടി കുക്കായി കഴിയുമ്പോൾ നല്ല തെളിഞ്ഞ ഗ്രേവി ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ബീറ്റ്റൂട്ടിലെ ഫൈബർ കണ്ടൻ്റ് എല്ലാം നഷ്ടപ്പെടും. ഞാനപ്പോൾ അതുകൊണ്ട് ഇത് അരിച്ചെടുക്കാതെ അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. പേസ്റ്റ് മുഴുവനായിട്ടും ചേർക്കുകയാണ്, ജ്യൂസായിട്ടല്ല. പേസ്റ്റോട് കൂടി തന്നെയാണ് ചേർത്തത്. എന്നിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും ഇതിരിക്കുന്നത്. പക്ഷേ വളരെ ഹെൽത്തിയാണ് ഇങ്ങനെ കഴിച്ചാൽ. ഇനിയിപ്പോൾ നമുക്ക് കവർ ചെയ്തൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തുറന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ബീറ്റ്റൂട്ടിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ബീഫുമായിട്ട് നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് പേസ്റ്റോടുകൂടി ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഗ്രേവി ഉള്ളത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ബീഫ് ചോപ്സ് റെഡി ആയിട്ടുണ്ട്. ബീറ്റ്റൂട്ടൊക്കെ ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. ബീഫ് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഫൈബർ കണ്ടൻ്റുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വലിയതായിട്ട് പേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.